ADGP MR അജിത്കുമാർ വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. PV അൻവർ MLA ആളിക്കത്തിക്കുകയും മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഇടപെടലുകളൂടി കനലായി മാറുകയും ചെയ്ത സംഭവമാണ്. പുതിയ നടപടികൾ വന്നാൽ മാത്രമേ ആ വിഷയം ഇനി കത്തിക്കയറുകയുള്ളൂ. എന്നാൽ CPM-ൻ്റെ ഉള്ളിലും LDF-ലെ ഘടകകക്ഷിക്കുള്ളിലും പ്രധാനമായി CPI-ക്കുള്ളിലും ഈ വിഷയം പുകഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പ്രമുഖ മാധ്യമപ്രവർത്തകൻ കൂടിയായ PS റംഷാദ് നമുക്കിപ്പോൾ ഉണ്ട്. എന്തായിരിക്കും ഇനി സർക്കാരിൻ്റെ പുതിയ നീക്കം? സർക്കാരിൻ്റെ നീക്കം എന്ത് എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യം, CPM, LDF പിന്നെ ഗവൺമെൻറ്, ഈ ഒരു ഇതുണ്ടല്ലോ, ഒരു മൂന്നട്ട്. മുഖ്യമന്ത്രി, CPM, അങ്ങനെ. അതെ, അതായത് CPM എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന PB മെമ്പറും ആണല്ലോ മുഖ്യമന്ത്രി. അതായത് ഞാൻ പറയുന്നത്, കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് കത്ത് നിന്ന അൻവർ വിഷയത്തിൽ CPM കൃത്യമായും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നതോടുകൂടി അൻവറിനെ പിന്തുണച്ചിരുന്നതിനടക്കം ഈ വിഷയത്തിൽ ഒരു യൂട്ടേൺ എടുത്തിരിക്കുകയാണ്. ഇതുണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ, സമൂഹ മാധ്യമങ്ങളിൽ തുടക്കം മുതൽ അൻവറിനെ പിന്തുണച്ചിരുന്ന പ്രത്യക്ഷത്തിൽ ഇടതുപക്ഷക്കാരല്ലാത്തവർ അത് തുടരുകയും പ്രത്യക്ഷത്തിൽ ഇടതുപക്ഷക്കാരായ പ്രത്യേകിച്ച് കടുത്ത CPM-കാരായവർ നിശബ്ദരാവുകയും ചെയ്തു എന്നുള്ളതാണ്. നിശബ്ദരായി എന്നതിനർത്ഥം അവർ അൻവറിനെ കൈവിട്ടു എന്നല്ല. കാരണം CPM കൈവിട്ടു എന്ന് അവർ വിചാരിക്കുന്നില്ല. CPM അൻവറിനെ ശാസിച്ചിരിക്കുക, അന്ന് വാൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അൻവറിനെ കുറിച്ച് മോശമായൊരു വാക്ക് പോലും പറയുകയോ അവഹേളിക്കുകയോ ഒന്നും ചെയ്തില്ല. കൃത്യമായി തിരുത്തുക ചെയ്തത്. അദ്ദേഹം പരസ്യമായി എങ്ങനെ പറയുന്നത് ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ പറയുക ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ഘട്ടം സ്വാഭാവികമായിട്ടും CPM സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന മാധ്യമങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. പ്രസ്താവന വന്നപ്പോഴാണ് മാധ്യമം മേലോട്ട് നോക്കിയത്. മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ഒരു ഉല്ലാസമാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. അടുത്തത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അരവിന്ദ്. എനിക്ക് തോന്നുന്നത് നിയമസഭാ സമ്മേളനം ഒക്ടോബർ 4-ാം തീയതി തുടങ്ങാൻ പോകുന്നു. 2-ാം തീയതിയോ 3-ാം തീയതിയോ ചിലപ്പോൾ 1-ാം തീയതി തന്നെ CPM-ൻ്റെയും പിന്നെ LDF-ൻ്റെയും പ്രത്യേകമായി പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ നടക്കാനിരിക്കുകയാണ്. ഈ പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ അൻവർ പങ്കെടുക്കുമോ എന്നുള്ള ഒരേ കാര്യം. അൻവർ പങ്കെടുത്താൽ പരസ്യ പ്രസ്താവനയെ വിലക്കിയിട്ടുള്ളൂ. പരസ്യമായി ഈ തൽക്കാലം പറയുന്നില്ലെന്ന് അൻവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ LDF-ൻ്റെയും CPM-ൻ്റെയും പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ അൻവർ ഈ വിഷയം ഉന്നയിക്കുമോ, അത് നിയമസഭയിൽ ഉന്നയിക്കുന്നതിൻ്റെ തുടക്കമാവോ? ഈ വിഷയം സജീവമായി ഇനി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അതാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും നിയമസഭാ കക്ഷി അൻവറിന്റെ ഒരു ശൈലി അനുസരിച്ച് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. മാത്രമല്ല, അൻവർ പറയാനുള്ള കാര്യം നിയമസഭാ കക്ഷി യോഗത്തിനകത്ത് പറയും. അതിന് അൻവറിന് വിലക്കില്ല. ഇപ്പൊ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അല്ലെങ്കിൽ CPM-ന്റെ ഒരു വിലക്ക് അൻവറിനുള്ള പരസ്യമായ പ്രതികരണമാണ്. അത് മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണം ആണ്, അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൂടെ മൈതാന പ്രസംഗങ്ങളിലൂടെയുള്ള പ്രതികരണമാണ് പാർട്ടി ഇപ്പോൾ വിലക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും പാർട്ടി വേദികൾ അൻവറിന്റെ ഏറ്റവും ഉത്തമമായ വേദി പാർലമെന്ററി പാർട്ടി യോഗമാണ്. അത് LDF-ന്റെ ആയാലും CPIM-ന്റെ പാർലമെന്ററി പാർട്ടി യോഗമാണ്. CPIM-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അൻവറിന് സംസാരിക്കാൻ കൂടുതൽ ആവേശമുണ്ടായി. അതേസമയം LDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആവേശമുണ്ടാകും. കാരണം CPI അൻവർ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം നിൽക്കുകയും MR അജിത്കുമാറിന്റെ നിലപാട് നിൽക്കുകയും ചെയ്തതുകൊണ്ട് LDF യോഗത്തിനകത്ത് അൻവറിന് കൂടുതൽ പിന്തുണ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് CPI MLA-മാരുടെ പിന്തുണ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അൻവർ കുറച്ച് വീഴ്ത്തു പറയും. പക്ഷെ CPM നിയമസഭാ കക്ഷി യോഗത്തിനകത്ത് ആ ഒരു നിലപാട് അൻവറിനുണ്ടാകും, പിന്തുണ അൻവറിനുണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇടപെടൽ വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. ഓരോ പാർട്ടി അംഗങ്ങളും പാലിക്കേണ്ട കാര്യങ്ങൾ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അൻവറിന്റെ കിട്ടിക്കൊണ്ടിരുന്ന പിന്തുണ പൂർണ്ണമായി ഇടിയുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായി. എന്നാൽ ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇടതുവിരുദ്ധ മാധ്യമങ്ങൾ, ഇന്നത്തെ ദിവസം തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്തകൾ, അൻവർ പ്രൊഫൈൽ പിക്ചറിലെ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ലൈക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇതാണ്. അത് സ്വാഭാവികം. എന്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ പണ്ട് ഗൗരിയമ്മയുടെ കാര്യത്തിലായാലും സേവ് CPM ഫോറത്തിന്റെ കാര്യത്തിലായാലും മാധ്യമങ്ങൾ CPM-നെതിരായ പാർട്ടിയുടെ പൊതു അഭിപ്രായത്തിൽ നിന്ന് മാറിയ ഒരു അഭിപ്രായം വരുമ്പോൾ മാധ്യമങ്ങൾ അവരെ വലിയ കാര്യമായി പ്രൊമോട്ട് ചെയ്യും. പ്രത്യേകിച്ച് VS അച്യുതാനന്ദൻ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന അവസരങ്ങളിൽ പോലും ആലപ്പുഴ സമ്മേളനം, സംസ്ഥാന സമ്മേളനത്തിൽ VS ഇറങ്ങി വന്ന സമയത്തിന് VS-നെ ഒരു വലിയ ബിംബമാക്കി മാറ്റാൻ ആ ഒരു ആവേശത്തിനകത്ത് അവർ പെട്ടുപോയാൽ സ്വാഭാവികം അടുത്ത നടപടിയിലേക്ക് പോകും.
അൻവറിനെ ഒരു കാലത്ത് അൻവറിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ മാധ്യമങ്ങൾ, അൻവറിനെതിരായി നിന്ന മാധ്യമങ്ങളാണ് ഇന്ന് അൻവറിന്റെ പ്രൊഫൈലിലേക്ക് കൂടി മുഖ്യമന്ത്രിയുടെ, അത് ആ വാചകം വളരെ കൃത്യമാണ്, മുഖ്യമന്ത്രിയുടെ പ്രൊഫൈൽ ചിത്രം മാറ്റിയതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലുള്ളതിനേക്കാൾ കൂടുതൽ ലൈക്ക് അൻവറിനുണ്ടായതാണ്. ഇത് മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു അവസരം കത്തിരിക്കുക. LDF യോഗത്തിനകത്ത് അല്ലെങ്കിൽ പാർലമെന്റ് പാർട്ടി യോഗത്തിനകത്ത് അൻവർ എന്ത് പറഞ്ഞാൽ അത് ചോരുമെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. അതായിരിക്കും വലിയ വാർത്ത. സ്വാഭാവികമായും ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിന് പുറമെ നിയമസഭയ്ക്കകത്ത് അൻവറിനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കാനുള്ള ശ്രമം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത. അതിൽ അൻവർ വീണുപോയാൽ എന്തായിരിക്കും അൻവറിന്റെ സ്ഥിതി? കൈവിട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഈ പ്രസ്താവന എന്ന് പറയുന്നത്, അതിൻ്റെ അത് അതൊരു അൻവറുള്ള ശാസന മാത്രമല്ല, ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. അൻവറിനെ പോലെ ഒരു ഇടതുപക്ഷ സ്വതന്ത്രനായ ഒരു MLA മനസ്സിലാക്കേണ്ട രാഷ്ട്രീയ സന്ദേശമുണ്ട്. ആ സന്ദേശം ഇപ്പോൾ അരവിന്ദ് പറഞ്ഞു തന്നെയാണ്. അതായത് ചാട്ടം നിർത്തിക്കോളൂ എന്നുള്ള മെസ്സേജാണ് കൃത്യമായിട്ടും. അത് മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇടതുപക്ഷ പശ്ചാത്തലമില്ലാത്ത കോൺഗ്രസിൽ നിന്നും അൻവറിന് അതിന്റെ കുഴപ്പം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിശബ്ദനാകും, തൽക്കാലത്തേക്ക് ഞാൻ നിശബ്ദനാകുന്നു അല്ലെങ്കിൽ പറയുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ അർത്ഥത്തിലും ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടിയിരുന്നു. അതിന് പകരം അൻവർ ചെയ്ത് എന്താണ്, ഒരു നീണ്ട പ്രസ്താവന ഇട്ടു, തൽക്കാലത്തേക്ക് നിർത്തുന്നു എന്ന് പറഞ്ഞു. ആ വാക്കൊക്കെ പ്രധാനമാണ്. എന്നിട്ടോ ആ പ്രസ്താവന വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നു. അൻവറിന് അറിയാം ഈ പ്രൊഫൈൽ പിക്ചറും വാർത്തയാകാൻ പോവുകയാണ്. അപ്പൊ ഒരു കൺഫ്രണ്ടേഷൻ മോഡിലാണ് പുള്ളി ഇപ്പോഴും നിൽക്കുന്നതെന്നുള്ളതാണ്. അത് ഇടതുപക്ഷ പശ്ചാത്തലം ഇല്ലാത്തൊരു കുഴപ്പം തന്നെയാണ്. ഒരു ഇടതുപക്ഷ MLA ആണെങ്കിൽ ആളെ ചെയ്യില്ല. പശ്ചാത്തലത്തിലാണ്, അതുകൊണ്ട് ആ സ്വഭാവം പൂർണ്ണമായി മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ അൻവർ ആ നിലപാടിൽ തന്നെ തുടരും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അൻവർ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, അൻവർ കുറെ വിഷയങ്ങൾ ഉന്നയിച്ചു. ഇപ്പൊ അൻവർ ആദ്യം MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണം പുറത്തുവിട്ടു. പിന്നെ 3-ാം ദിവസത്തെ പത്രസമ്മേളനം കഴിഞ്ഞ് മുഖ്യമന്ത്രിക്കും അതിന്റെ കോപ്പി പാർട്ടി സെക്രട്ടറിക്കും കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. അതായത് അൻവറിന്റെ മീഡിയ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ പറഞ്ഞു കുറേ ദിവസം നമ്മൾ പറയുന്ന പോലെ, മീഡിയ ഭയങ്കരമായിട്ട് അൻവറിനെ അങ്ങ് ഉയർത്തി കാണിച്ചു. ഒരേ കാലത്ത് അൻവറിനെ പരിസ്ഥിതി വിരുദ്ധൻ, തടയണ നിർമ്മിച്ച ആള്, മറ്റേ അവിടുത്തെ എന്തൊക്കെയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ആളെ തട്ടിക്കളിച്ചുകൊണ്ടിരുന്ന, ആക്രമിച്ചുകൊണ്ടിരുന്ന അൻവറിനെ മാധ്യമങ്ങൾ ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അൻവർ അതിൽ വീണുപോയി എന്നുള്ള വസ്തുതയാണ്. അതാണ് പ്രശ്നം. ഈ ഇടതുപക്ഷ ഒരു കൃത്യമായ രാഷ്ട്രീയ അടിത്തറയുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളാണെങ്കിൽ ഇതിൽ വീണു പോവില്ല. നിശബ്ദനാവും, മാറി നിൽക്കും, പിടികൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കും. പിടികൊടുക്കില്ല. ഇതിപ്പോ അൻവർ അങ്ങോട്ട് പോയി പിടികൊടുക്കുകയാണ് മാധ്യമങ്ങൾക്ക്. റിപ്പോർട്ടർ ചാനൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, അല്ലെങ്കിൽ മനോരമ, 24, ഓരോ ചാനലുകൾക്കും അൻവർ പോയി പിടികൊടുത്തിട്ട് അവരുടെ ആഘോഷത്തിന്റെ ഒരു വിഭവമായി മാറുകയാണ് ഇത് അൻവറിന് കുഴപ്പമാകാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? ഈ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രൻ, CPM സ്വതന്ത്രൻ എന്നുള്ള നിയമസഭാ സാമാജികൻ എന്നുള്ള പ്രിവിലേജ് ഒരു 1.5 വർഷം കഴിയുമ്പോൾ അൻവർ നഷ്ടപ്പെടും. MBR അല്ലെങ്കിൽ VB ചെറിയാനും KR ഗൗരമ്യയും താരതമ്യം ചെയ്യുമ്പോൾ അൻവർ വെറും ഒരു പുഴുവാണ്, ഒന്നുമല്ല. അപ്പം ആ അൻവർ ഇവർക്കൊന്നും താങ്ങാൻ കഴിയാതിരുന്ന ഒരു സാധനമായിട്ട് ഫേസ് ചെയ്യുമ്പോൾ അൻവർ ഈ പറഞ്ഞ ഒരു ചുക്ക് സംഭവിക്കില്ല എന്നുള്ള ഡയലോഗ് മാത്രമായിട്ട് മാറും. അൻവറിന് താങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, അന്ന് താങ്ങാൻ പറ്റുമോ, രാഷ്ട്രീയമായി താങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് അൻവർ ഇപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. കണ്ടിട്ടുള്ള പ്രവർത്തനമാണെന്ന് അൻവർ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇനി ഞാൻ മത്സരിക്കാനില്ല, ഇനി എനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാതെ ഞാൻ പാർട്ടി അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വിവാദങ്ങൾക്ക് മുമ്പേ അൻവർ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്. അത് പ്രത്യേകിച്ച് ഒരു ഓൺലൈൻ മാധ്യമമായിട്ടുള്ള ഒരു ഫൈറ്റൊക്കെ വരുമ്പോൾ തന്നെ അൻവർ പറയുന്നത് ഇനി ഞാൻ മത്സരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞു. അൻവർ ഇതൊരു കളവൊരുക്കുക. എന്താണ് അൻവറിന്റെ ഉദ്ദേശമെന്ന് ഇപ്പോഴും മനസ്സിലായില്ല. MR അജിത് കുമാറാണോ, P ശശിയാണോ? എനിക്ക് തോന്നുന്നത് P ശശി ആയിരിക്കും അൻവറിന്റെ ലക്ഷ്യം. അൻവറിന്റെ ലക്ഷ്യം MR അജിത് കുമാർ തന്നെ ആയിരിക്കും. പക്ഷെ വളരെ പ്ലാൻഡ് ആയിട്ടാണ് അൻവർ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറയുന്നതൊക്കെ അൻവറിന് അറിയാം. അത് മനസ്സിലായി പറയാൻ പാടില്ലെന്ന് അൻവറിന് അറിയാം. അതൊക്കെ പറഞ്ഞ് അൻവർ ഇങ്ങനെ പ്രകോപിതനായി പോകുന്നതാണ്. അത് അൻവറിനെ പ്രകോപിപ്പിക്കാൻ മറ്റൊരുപാട് കക്ഷികൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷം അവരുടെ സ്വാഭാവികം, BJP ആയാലും പ്രതിപക്ഷമായാലും അൻവറിനെ പ്രകോപിപ്പിക്കുകയെന്ന് ചെയ്യും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്. പക്ഷെ മുസ്ലിം ലീഗ് എനിക്ക് തോന്നുന്നു അത്ര ഒരു പ്രകോപനത്തിലേക്ക് വന്നിട്ടില്ല. കോൺഗ്രസ് അൻവറിനെ പ്രകോപിപ്പിക്കുന്നത്. പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ അൻവറിനെ പ്രകോപിപ്പിക്കേണ്ട ആവശ്യം മറ്റൊരു കൂട്ടർക്കുണ്ട്. അത് ഇന്നലെ അൻവറിന് എതിരായ അൻവറിന്റെ ഫോൺ ചോർത്ത റിപ്പോർട്ട് കൊടുത്ത ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായി വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്.
അൻവർ ഫോൺ ചോർത്തി എന്ന് പറയുന്നത് വീരവാദമാണെന്നുള്ള വാചകമാണ് പോലീസ് റിപ്പോർട്ടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ വൈലന്റായിരിക്കുന്ന പൊളിറ്റിക്കലി വൈലന്റായിരിക്കുന്ന അൻവറിനെ പ്രകോപിപ്പിക്കുന്ന ഒരു വാചകം തന്നെയാണ്. അതൊക്കെ മാധ്യമങ്ങൾ പ്രത്യേകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വശത്ത് അത് അൻവറിനെ സേഫ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇത് പറ്റില്ല. പക്ഷെ പോലീസ് റിപ്പോർട്ടിനകത്ത് ഇതേ വാചകം, അതേ വാചകം ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അൻവർ ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുന്ന സംഭവം അൻവർ യഥാർത്ഥത്തിൽ ഫോൺ ചോർത്തലാണോ ഉദ്ദേശിച്ചത്, ഫോൺ റെക്കോർഡിംഗ് ആണോ ഉദ്ദേശിച്ചത്, ഒരു നാവിന് പറ്റിയ പിഴയാണോ പറഞ്ഞു? പിന്നെ അന്ന് ഇല്ല ഇല്ല പറയുന്നുണ്ട് ഫോൺ ചോർത്തൽ കുറ്റമാണെന്ന് അറിയാം അതെ എന്ന് പറയുന്നത്. ആവേശത്തിന്റെ പുറത്തുണ്ടായ അല്ല അതുൾപ്പെടെ അൻവർ ഒരുപാട് ഇനി ഞാൻ വ്യക്തിപരമായിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ അൻവർ ഉന്നയിച്ച പല കാര്യങ്ങളും അതിന്റെ മെറിറ്റിൽ പരിശോധിക്കുമ്പോൾ അത് പ്രസക്തമാണ്. എം ആർ അജിത് കുമാറിന്റെ കാര്യമാണ്, സുജിത്ദാസിന്റെ കാര്യമാണെങ്കിലും ഈ സ്വർണം പൊട്ടിക്കലിന്റെ കാര്യമാണെങ്കിലും ഒക്കെ അൻവർ പറയുന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അത് നിലനിൽക്കുന്ന കാര്യമാണ്. അതിൽ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ളവർ പോലീസിന്റെ തലപ്പത്തോ പല തലങ്ങളിലും ഉണ്ടെങ്കിൽ അവർ ഒഴിവാക്കപ്പെടേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ അൻവർ പറഞ്ഞു പിന്നെ എല്ലാ ദിവസവും പറയാൻ തുടങ്ങിയപ്പോൾ ഈ ആദ്യം പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും കൊടുത്ത ആ കാര്യങ്ങൾ നടപടി വെയിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു അതാണ് മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും പരസ്യമായി രേഖാമൂലവും മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലും പറയേണ്ടി വന്ന അതുകൊണ്ടാണ്. ഒരു കൈവിട്ട് പൊക്കോണ്ടിരിക്കുന്ന രീതി അതവിടെ അൻവർ നിർത്തേണ്ടിടത്ത് നിർത്താൻ അൻവറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൽ വീണുപോയി എന്നുള്ളതാണ്. ശൈലി വെച്ചിട്ട് ഒരു കാര്യം പുറത്തുകൊണ്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈലൻസ്, അതാണ് അൻവർ ഉദ്ദേശിച്ചെന്നാണ് തോന്നുന്നത്. പക്ഷെ ഈ നിലയിൽ തുടർന്നാൽ അൻവർ ഈ നിയമസഭയിലെത്താൻ കഴിയുന്നതിന് മുമ്പ് തന്നെ CPIM അൻവറിനെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് CPIയുടെ ഒരു പിന്തുണ അൻവറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. CPI MR നിലപാടെടുക്കുന്നു, അതിനെ മുഖ്യമന്ത്രിക്കെതിരായുള്ള നിലപാടായി അല്ലെങ്കിൽ CPIയുടെ നിലപാട് ചിത്രീകരിക്കപ്പെടുന്നു. അപ്പൊ സ്വാഭാവികമായും അൻവറിനെ CPI പിന്തുണയ്ക്കുന്നു എന്നൊരു ബോധം അൻവറിൽ സൃഷ്ടിക്കപ്പെടുന്നു. ആ ഒരു ബോധത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ 5 വർഷത്തിനിടയിൽ ഒരു കാര്യം കൂടെ വിട്ടുപോയത് പ്രതിഭ CPIമാരുടെ പ്രതിഭ അൻവറിനെ പിന്തുണച്ചിരുന്നില്ല. പ്രതിഭ ഇതുപോലെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന് CPIയുടെ താക്കീത്. അപ്പൊ ഇങ്ങനെ കൂടുതൽ ഈ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിനെതിരെ നിൽക്കുന്നത് അൻവറിനെ പിന്തുണയ്ക്കുന്നു. ഈ സാഹചര്യം നോക്കി വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും CPIM അൻവറിനെ പൂർണ്ണമായി തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അൻവർ പറഞ്ഞ കാര്യങ്ങൾ എത്ര ഇതുണ്ടെങ്കിലും അതിന് സർക്കാർ സംവിധാനം അന്വേഷിക്കുന്നുണ്ട്, നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൻവർ റിപ്പോർട്ട് കാത്തു നിൽക്കുകയും കൃത്യമായും ഒരു രാഷ്ട്രീയ പക്വതയോടുകൂടി പെരുമാറുകയും ചെയ്യാന്നുള്ളതാണ്. അതിനകത്ത് വേറെ പൊളിറ്റിക്സും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ ഇപ്പം ഗവൺമെന്റിനും പാർട്ടിക്കുമൊക്കെ സ്വാഭാവികമായും ചില വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയുകയും അത് ചർച്ചയാവുകയും പരാതിയാവുകയും ചെയ്യുമ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെയിറ്റ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ അതിന് രാഷ്ട്രീയമായ പ്രാധാന്യമുള്ളതാക്കുന്നത് വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കാവൽക്കാരായി പൊരുതിക്കൊണ്ട് നിൽക്കുന്ന വലിയൊരു തുരുത്താണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. ഈ ഗവൺമെൻറ്റിനെ ചവിട്ടി തേക്കാനും വീഴ്ത്താനും കേന്ദ്രം ഭരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളും അല്ലാതെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ പ്രതിപക്ഷവും ഒക്കെ പല രീതിയിലും മാധ്യമങ്ങൾ ഉൾപ്പെടെ പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും. വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളത് അത് രാഷ്ട്രീയമാണ്. ഉദാഹരണമായിട്ട് ഏറ്റവും ഒടുവിൽ വയനാട്ടിലേക്കുള്ള ദുരിത സഹായം പോലും പ്രഖ്യാപിക്കാൻ തയ്യാറാവാതെ കേന്ദ്ര ശ്വാസം മുട്ടിക്കുകയാണ്. അപ്പൊ അത്രയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഒരു ഇടതുപക്ഷ സ്വതന്ത്ര MLA എടുക്കുന്ന തീരുമാനങ്ങൾക്കും നിലപാടുകൾക്കും ഭയങ്കര രാഷ്ട്രീയ പ്രസക്തി ഉണ്ട്. അദ്ദേഹം പോണോ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കണോ ഗവൺമെന്റ് പ്രതിസന്ധിയിലാക്കണോ തൽക്കാലത്തേക്ക് നിശബ്ദനാവണോ, ആ നിശബ്ദത പോലും കനമുള്ള രാഷ്ട്രീയമാണ് എന്ന് അൻവർ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ? അൻവറിന്റെ തിരിച്ചറിവ് ഉണ്ടാകണം. അൻവറിന്റെ പോരാട്ടമെല്ലാം ശരിയാണ്, പുഴുക്കുത്തിനെതിരെയുള്ള നിലപാടും ശരിയാണ്. പക്ഷെ ഈ ഘട്ടത്തിൽ സർക്കാരിനൊപ്പം ഇടതുപക്ഷ നിലപാടിനൊപ്പം കുറച്ച് നിൽക്കുന്നതായിരിക്കും അൻവറിന് നല്ലത്. അതെ. കേരളത്തിലും നല്ലത്. അതിനൊരു വലിയ രാഷ്ട്രീയ സന്ദേശവും ഒരു രാഷ്ട്രീയ ഗാംഭീര്യവും അൻവർ നിലനിർത്താൻ കഴിയും.